അടുത്ത വാർത്തയിലേക്ക് യാത്രയാകുന്നു പ്രിയ സഖാവ്. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, സോണിയാഗാന്ധി, P ചിദംബരം അടക്കമുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 വരെയാണ് പൊതുദർശനം. ശേഷം മൃതദേഹം ഡൽഹി എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി AKG ഭവനിൽ നിന്ന് തത്സമയം. ബൽറാം, ഇപ്പോൾ AKG ഭവനിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാവരുമുണ്ട്, കുടുംബാംഗങ്ങളൊക്കെയുണ്ട്. ഒടുവിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനുള്ള വിടചൊല്ലൽ, യാത്രയയപ്പ്? അനുജ, ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഡൽഹിയിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായ AKG ഭവനിലെ സാഹചര്യം. സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിന്റെ സഖാക്കൾ അന്ത്യയാത്ര നൽകുകയാണ്. പാർട്ടി ആസ്ഥാനത്തെ മുറ്റത്തിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. നേരത്തെ 11 മണിക്കാണ് മൃതദേഹം പൊതുദർശനത്തിനായി നിശ്ചയിച്ചിരുന്നത് എങ്കിൽ പോലും പിന്നീട് അത് പാർട്ടി സഖാക്കളുടെ, രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന സഖാക്കളുടെ ആവശ്യമനുസരിച്ച് നേരത്തെ തന്നെ, ഏതാണ്ട് 1 മണിക്കൂറോളം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ എത്തിക്കുകയായിരുന്നു. ആദ്യ ഘട്ടത്തിൽ വർഗബഹുജന സംഘടനകളുടെ നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരാണ് അന്ത്യാഞ്ജലികൾ നേർന്നത്. അതിനുശേഷം വിവിധ പാർട്ടികളുടെ, രാജ്യത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, നേതാക്കൾ, തലവന്മാർ ഇവിടെ എത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ കോൺഗ്രസ് നേതാവ് P ചിദംബരം, ജയറാം രമേശ് അടക്കമുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഒപ്പം തന്നെ NCP നേതാവ് ശരത് പവാർ ഇവിടെ എത്തി. വിവിധ പാർട്ടികളുടെ നേതാക്കൾ, കക്ഷിഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. സീതാറാം യെച്ചൂരി ഈ നേതാക്കളുമായി പുലർത്തിയിരുന്ന ബന്ധം, അത് ഒരിക്കൽ കൂടി ബോധ്യമാക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന് അവസാന യാത്ര നൽകാൻ ഇവരെല്ലാം എത്തിയ ആ സാഹചര്യം എന്നുള്ളത്, ഈ നേതാക്കളെല്ലാമായി തന്നെ ആത്മാർത്ഥമായ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം നേതാക്കൾ എന്നല്ല, തന്നെ പരിചയപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യൻ മുതൽ ആരെയാണ് അവരെ എല്ലാമായി തന്നെ വ്യക്തിപരമായ ബന്ധം പുലർത്തിയിരുന്ന, പേരെടുത്ത് അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്ന, കുഞ്ഞു കുട്ടികളോടായാലും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരോടായാലും അവർക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമത്വം എന്ന ആശയം തൻ്റെ ജീവിതത്തിലും പെരുമാറ്റത്തിലും പ്രാവർത്തികമാക്കി കാണിച്ച ഒരു നേതാവ്, പാർട്ടിയുടെ താത്വിക ആചാര്യൻ, പാർട്ടിയുടെ കടുകട്ടിയായ പാർട്ടിയുടെ തത്വങ്ങൾ അതെല്ലാം തന്നെ നിർവചിക്കാൻ, അതിസാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ നിർവചിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ഇത്തരത്തിൽ വിശേഷണങ്ങൾ എത്രയും മതിയാകാത്ത ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം യാത്രയാകുമ്പോൾ ആ ഒരു വിടവ്, അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മ രാജ്യത്തെ, പ്രത്യേകിച്ച് മതനിരപേക്ഷ ചേരിയിൽ ഉണ്ടാക്കുന്ന വലിയ വിടവ്, അതിൻ്റെ ആഴവും പരപ്പും വ്യാപ്തിയുമെല്ലാം തന്നെ ബോധ്യമാകണമെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം യഥാർത്ഥത്തിൽ ഉണ്ടാകണം. അത്രത്തോളം വലിയതായിരുന്നു സീതാറാം യെച്ചൂരി കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന, ഏതാണ്ട് അവസാനത്തെ 3.5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ സജീവമായ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിലുള്ള രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത് രാജ്യത്ത് ഈ ഘട്ടത്തിലുണ്ടായ ഓരോ രാഷ്ട്രീയ മാറ്റത്തിലും നീക്കത്തിലും
അതിലെല്ലാം തന്നെ സീതാറാം യെച്ചൂരിക്ക് ഒരു ഇടം ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ നേതൃത്വത്തിന്റെ ഒരു പങ്കുണ്ടായിരുന്നു. അത് 90കളുടെ സഖ്യ സർക്കാരിന്റെ കാലത്തായാലും പിന്നീട് ഒന്നാം UPA സർക്കാരിന്റെ രൂപീകരണ കാലഘട്ടത്തിലായാലും പിന്നീട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായുള്ള ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിലായി കഴിഞ്ഞാലും അത്തരം സഖ്യങ്ങൾ സാധ്യമാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായ ആശയങ്ങളുള്ള ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവിന്റെ വിടവാങ്ങൽ ഉണ്ടാക്കുന്ന വിടവ് എന്നുള്ളത് വളരെ വലുതാണ്. ആ തരത്തിലേക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന രാഷ്ട്രീയ പ്രമുഖരുടെ അനുശോചന സന്ദേശങ്ങൾ നൽകുന്ന സന്ദേശവും.